ഹായ് മക്കളെ, 10ാം ക്ലാസ്സിലെ സൗണ്ട് വേവ്സ് ശബ്ദ തരംഗം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചില പ്രോബ്ലംസുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ തരംഗം 0.2 സെക്കൻഡിൽ രൂപപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ മൊത്തത്തിലുള്ള അകലം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. ഇവിടെ ചോദ്യം ഇതാണ്, ഇത് ഏത് തരംഗമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് ഏത് തരംഗമാണ് നമുക്ക് കണ്ടറിയാം. ഏത് തരംഗമാണ്? അനുപ്രസ്ഥ തരംഗം, ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ എത്ര ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ട്? നമുക്കറിയാം ഇവിടെ 1, 2, 3 ശൃംഗങ്ങളുണ്ട്, 3 ഗർത്തങ്ങളുണ്ട്. അതായത് 3 ക്രസ്റ്റുകളുണ്ട്, 3 ട്രഫുകളുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഈ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം എത്ര എന്നുള്ളതാണ്. അപ്പൊ തരംഗ ദൈർഘ്യം നമുക്കറിയാം, കണ്ടെത്താൻ ഒരുപാട് ഇക്വേഷൻസുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വേറെ ഒരു കാര്യം തന്നിട്ടില്ല. ടൈമും അതുപോലെ തന്നെ 3 വേവ്സിന്റെ ദൂരവും തന്നിട്ടുള്ളൂ, ഡിസ്റ്റൻസും തന്നിട്ടുള്ളൂ. അപ്പൊ തരംഗ ദൈർഘ്യം നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമുക്കറിയാം ഒരു തരംഗത്തിന്റെ അകലമാണ് തരംഗ ദൈർഘ്യം. അപ്പൊ ഇവിടെ എത്ര തരംഗങ്ങളുണ്ട്? 3 തരംഗങ്ങളുണ്ട്. 3 തരംഗത്തിനുള്ള ദൂരമാണ് 30. അപ്പോ ഒരു തരംഗത്തിന് എത്ര എടുക്കും? തരംഗ ദൈർഘ്യം 30/3. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 10. അപ്പൊ ഇവിടെ ഇതിന്റെ തരംഗ ദൈർഘ്യം 10 മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതിന്റെ ഫ്രീക്വൻസി എത്ര എന്നുള്ളതാണ്. ഫ്രീക്വൻസി പല രീതിയിൽ കാണാം. ഇവിടെ നമുക്ക് ടൈമും തന്നിട്ടുണ്ട്, തരംഗങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് F=N/T എന്ന ഇക്വേഷൻ വെച്ച് ചെയ്യാം. N എന്ന് പറഞ്ഞാൽ 3 തരംഗങ്ങൾ ഡിവൈഡഡ് ബൈ T എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ചെയ്യുമ്പോൾ 0.2 വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 10 കൊണ്ട് 2 സൈഡിലും ഇൻറ്റു ചെയ്യാം. അപ്പൊ 3 × 10 30, 30 ഡിവൈഡഡ് ബൈ 0.2 × 10 2. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? 15. അപ്പൊ ഫ്രീക്വൻസി 15 ഹെർട്സ് ആണ്. അപ്പൊ ഈ തരംഗത്തിന്റെ ഫ്രീക്വൻസി 15 ഹെർട്സ് ആണ്. ഇനി അതിൽ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ തരംഗത്തിന്റെ പ്രവേഗം, വെലോസിറ്റി എത്രയാണ്? അപ്പൊ നമുക്കറിയാം ഇവിടെ എഫും ലാംഡയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ V=F ലാംഡ. എഫ് എത്രയാണ്? നമുക്കറിയാം 15 ഇൻറ്റു ലാംഡ എത്രയാണ്? 10. അപ്പൊ 15 × 10 എന്ന് പറയുന്നത് 150 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഈ തരംഗത്തിന്റെ പ്രവേഗം, വെലോസിറ്റി എന്ന് പറയുന്നത് 150 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ.